ഹലോ എവറി വൺ. അപ്പോൾ ബാലൻഡ്യൂർ അങ്ങനെ കഴിഞ്ഞു. 2025 ബാലൻഡ്യൂർ വിന്നർ ഈസ് ഒസ്മാൻ ഡെംബെലെ. ഓക്കെ, അത് നമ്മളെല്ലാവരും ഒരു ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 70% കൺഫേം ചെയ്ത കാര്യം തന്നെയാണ്. ഒസ്മാൻ ഡെംബെലെ തന്നെയാണ് വിൻ ചെയ്യുക എന്നുള്ളത്. കാരണം വേറൊന്നുമല്ല, UCL വിന്നർ, നമ്മുടെ ലീഗ് 1 വിന്നർ, ട്രോഫിയുടെ ചാമ്പ്യൻ വിന്നർ, അവരുടെ കോപ്പ ഡി ഫ്രാൻസ് വിന്നർ, അങ്ങനെ മൊത്തത്തിൽ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ്, അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ആ ഒരു PSG-യെ നയിക്കുന്നതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ, PSG ടീമിൽ തന്നെ വൺ ഓഫ് ദി വൈറ്റൽ റോൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഒസ്മാൻ ഡെംബെലെ. സോ അദ്ദേഹം തന്നെ വിൻ ചെയ്തു. അദ്ദേഹത്തിന് ഒരു മാർവലസ് സീസൺ ആയിരുന്നു. ഒരു ഫ്ലോപ്പിൽ നിന്നും, അതായത് ഇഞ്ചുറികളുടെ, അതായത് പലരും ബാഴ്സലോണയിൽ നിന്നും PSG അദ്ദേഹത്തെ എടുത്ത സമയത്ത് ഒക്കെ ഒരു നെയ്മറിന് ഒരു ബാക്കപ്പായിട്ടാണ് PSG ഒസ്മാൻ ഡെംബെലെ എടുത്തത്. നെയ്മറിൻ്റെ ആ ഒരു നമ്പർ 10 PSG അദ്ദേഹത്തിന് കൊടുക്കുന്നു. അല്ല, പലരും ചോദിച്ചിരുന്നു ഈ ഇഞ്ചുറിയുള്ള ഒസ്മാൻ ഡെംബെലെ എന്തിന് PSG എടുത്തു എന്നുള്ള രീതിയിലൊക്കെ പലരും ചോദിച്ചിരുന്നു. പക്ഷേ ലൂയിസ് എൻറിക്കെ അത് വളരെ കൃത്യമായിട്ട് ഒസ്മാൻ ഡെംബെലെ യൂസ് ചെയ്തു. ബാക്ക് ടു ബാക്ക് ഇഞ്ചുറീസ് വന്നിരുന്ന ബാഴ്സലോണയിൽ ബാക്ക് ടു ബാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി, ഹോസ്പിറ്റലിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇഞ്ചുറീസ് വന്നിട്ടും അങ്ങനെയുള്ളൊരു പ്ലെയർ ആയിരുന്നു ഒസ്മാൻ ഡെംബെലെ. ആ ഒരു പ്ലെയറിനെ കൊണ്ടുപോയിട്ട് ലൂയിസ് എൻറിക്കെ ഇങ്ങനെ ആക്കി എടുത്തു. ഓക്കെ, ഒരു അത്യാവശ്യം സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ഒസ്മാൻ ഡെംബെലെ. പക്ഷേ പിന്നെ ഇപ്പോൾ നമ്മൾ PSG കാണുന്ന ഒസ്മാൻ ഡെംബെലെ ബാഴ്സയിൽ നമ്മൾ കണ്ട, അല്ലെങ്കിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ കണ്ട ഒസ്മാൻ ഡെംബെലെ അല്ല. ഓക്കെ, മാരക പ്രസ്സിംഗ് ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രിബ്ലിംഗ് ആണ്. പല സമയത്ത് അദ്ദേഹത്തെ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഫോൾസ് 9 ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ ആണ് PSG-യിൽ ലൂയിസ് എൻറിക്കെ അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നു. പല സമയത്ത് PSG-ക്ക് അത്യാവശ്യം നേരത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു PSG-യുടെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോളാണ് ഒസ്മാൻ ഡെംബെലെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസേർവിംഗ് ആണ്, കംപ്ലീറ്റ്ലി ഡിസേർവിംഗ് ആണ്. സോ നോ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുമാതിരി മറ്റൊരുത്ത ബാലൻഡിയോർ അല്ല ഇപ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യത്തെ ബാലൻഡിയോറിൻ്റെ റാങ്കിങ്ങിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്, അതൊരു സത്യമാണ്. പലതും അൺഫെയർ ആയിട്ട് പലരും ബാക്കിലോട്ട് പോയിട്ടുണ്ട്. വളരെ വലിയൊരു എക്സാമ്പിൾ നമുക്കറിയാം, ഞാൻ അതിലോട്ടൊക്കെ വരാം, റാഫീനയുടെ കാര്യത്തിലോട്ടൊക്കെ വരാം. സോ ഒസ്മാൻ ഡെംബെലെ ഡിസേർവിംഗ് ആണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം വിനി ജൂനിയർ എന്ന് പറഞ്ഞ് അവസാനം ആ റോഡ്രിക്ക് കൊണ്ടുപോയി കൊടുത്തു. ഓക്കെ, കുറേമാർ മറ്റേ ഫെയർ പ്ലേ ആണെന്നൊക്കെ പറഞ്ഞു കണ്ട് റോഡ്രിക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റുന്നില്ല. വിനി ജൂനിയറിന് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ബാലൻഡ്യൂർ തന്നെയായിരുന്നു അത് ഫോർ മീ, സത്യസന്ധമായിട്ട് പറയാമല്ലോ. കാരണം ഇപ്പോൾ കറൻ്റ് ഒസ്മാൻ ഡെംബെലെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിനി ജൂനിയർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ലാ ലീഗ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോളാണ്. റയൽ മാഡ്രിഡിൻ്റെ ആൻസ്ലോട്ടിയിട്ടുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റോളായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയില്ല, സെക്കൻഡായി. അത് പൊതുവേ ബ്രസീലിയൻസിന് അങ്ങനെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഇയറിലും ബ്രസീലിയൻ്റെ അവസ്ഥ എന്ന് കണ്ടതാണ്. ലാസ്റ്റ് ബ്രസീലിൽ ഒരാൾ ബാലൻഡിയോർ നേടിയത് എനിക്ക് തോന്നുന്നു കക്കയാണ് 2007. അത് കഴിഞ്ഞിട്ട് ബ്രസീൽ ആരും നേടിയിട്ടില്ല. ഓക്കെ, നെയ്മർ ആയിക്കോട്ടെ. പിന്നെ നെയ്മറിന് പിന്നെ ബാലൻഡിയോറിനൊന്നും ആവശ്യമില്ല. ഹൂ കെയർസ് ദാറ്റ്? ബാലൻഡിയോർ വേണ്ട, ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ വേണ്ട, മെസ്സി, റൊണാൾഡോ എറയിൽ സ്റ്റിൽ ഇപ്പോഴും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് നെയ്മറിന്. സോ അദ്ദേഹത്തിന് അതൊന്നും വേണ്ട. പിന്നെ വിനി ജൂനിയറാണ് എനിക്ക് തോന്നുന്നു കക്ക കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിൽ വന്നത്, സെക്കൻഡായിട്ട് വന്നത്. ഓക്കെ, വിനി ജൂനിയറാണ് കഴിഞ്ഞ സീസണിൽ സെക്കൻഡായിട്ട് വന്നത്. വിനി ജൂനിയറാണ് പിന്നെ ബ്രസീലിയനായിട്ടൊരു സെക്കൻഡായിട്ട് വന്നത്. വേറെ ആർക്കും അങ്ങനെ ബ്രസീൽ പിന്നെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു സീസണിൽ പലരും റഫീനെ വിൻ ചെയ്യുമെന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ മേ ബി ഓക്കെ, ഒരു ചെറിയൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പലരും ഒസ്മാൻ ഡെംബെലെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ റാങ്കിങ് ടോപ്പ് 1 അത് ഒസ്മാൻ ഡെംബെലെയാണ്. സെക്കൻഡ് ലമീൻ യമാലാണ്, തേർഡ് വിറ്റീനിയാണ്, ഫോർത്ത് മുഹമ്മദ് സലയാണ്, ഫിഫ്ത്താണ് റാഫീനിയെ കൊണ്ടുപോയി ഇട്ടിട്ടുള്ളത്. എനിക്ക് വോട്ട് ചെയ്യുന്നവന്മാരും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ബ്രസീലുകാരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടു ബി ഫ്രാങ്ക് ചോദിക്കുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ഐഡിയ ഇല്ല. കാരണം ഇത്ര അധികം ഗോൾ കോൺട്രിബ്യൂഷൻസും സെക്കൻഡ് ഓർ വിന്നറിന് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടു. നെയ്മറൊക്കെ അതിന് വളരെ ഓപ്പണായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് റാഫീനിയ നമ്പർ 5th, ഇറ്റ്സ് എ കംപ്ലീറ്റ് ജോക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മെസ്സിയൊക്കെ ഒസ്മാൻ ഡെംബെലെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഡിസേർവിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഡെംബെലെയും പിന്നെ അതുപോലെ തന്നെ മെസ്സിയും നല്ല റെസ്പെക്ട്ഫുൾ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളിനെ മെസ്സി വിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ. പിന്നെ ഈ ഒരു റാഫീനിയുടെ കാര്യം എല്ലാവരും കംപ്ലീറ്റ്ലി ഞെട്ടിയിട്ടുണ്ട്. എങ്ങനെ അദ്ദേഹം 5th വന്നു? ഞാൻ ഇതിൻ്റെ മുമ്പ് ടോപ്പ് 10, അതായത് ബാലൻഡിയോറിൻ്റെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഒരു ടോപ്പ് 10 ലിസ്റ്റ് ഞാൻ എൻ്റേതായുള്ള രീതി ഇട്ടിരുന്നു. ഏതൊരു BR ഫുട്ബോളോ അങ്ങനെ ഏതോ ഒരു സാധനം
ഉദ്ധരിച്ചിട്ടാണ് ഞാനത് ഇട്ടത്. ഓക്കെ, അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ ഫസ്റ്റ് ഒസ്മാൻ ഡെമ്പേലെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്, സെക്കൻഡ് ആയിരുന്നു ഞാൻ റാഫീനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാഫീനേക്ക് കൊടുത്ത സമയത്ത് ഞാൻ എൻ്റെ അന്ന് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, റാഫീനേക്ക് നമ്മൾ സെക്കൻഡ് ഒക്കെ പറയും, പക്ഷേ അദ്ദേഹം 5 അല്ലെങ്കിൽ 5 ഓർ എബവ് ആ റാങ്കിങ്ങിലേ വരുള്ളൂ. അത് തന്നെ സംഭവിച്ചു, 5ൽ വന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഓഫ് കോഴ്സ് ലമീൻ യമാലിന് നല്ലൊരു സീസൺ ആയിരുന്നു, പക്ഷേ ലമീൻ യമാലിനെക്കാട്ടിലും കഴിഞ്ഞ സീസണിൽ ക്ലച്ച് മൊമെൻറ്റ്സ് ബാഴ്സലോണയിൽ ഉണ്ടാക്കിയത് റാഫീനിയാണ്. ത്രൂ ഔട്ട് സീസണിൽ ആ സീസണിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് റാഫീനിയാണ്. ലമീൻ യമാൽ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അവസാനം ആ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലൊക്കെ വന്ന സമയത്ത് ലമീൻ യമാലിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. എൽ ക്ലാസിക്കോ വരുന്ന സമയത്ത് ലമീൻ യമാലിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ത്രൂ ഔട്ട് ആ ഒരു മാച്ചിൽ റാഫീനിയയും കൂടിയും ഫോം ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, റാഫീനിയുടെ കാര്യം എന്തായാലും അങ്ങനെ അൺഫെയർ ആയി പോയിട്ടുണ്ട്. 5th ഉള്ളത് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി. ടു ബി ഫ്രാങ്ക് പറയാലോ, സെക്കൻഡ് ഓർ വിന്നർ ആവേണ്ട ഒരാളായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ 5th കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ 3rd വിറ്റീനിയ മോസ്റ്റ് പ്രോബബ്ലി എന്താ പറയുക, നല്ലൊരു കാര്യമായിരുന്നു. വിറ്റീനിയ എന്ന് പറഞ്ഞത് ഇപ്പോൾ യൂറോപ്പിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത് PSG ആണ്. ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ യൂറോപ്പിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് പോർച്ചുഗലാണ്. ഈ 2 ടീമിലും സ്റ്റാർട്ടിംഗ് 11ൽ ഉറപ്പുള്ള ഒരാളാണ് വിറ്റീനിയ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് 3 കൊടുത്തതിൽ എനിക്ക് പേഴ്സണലി ഒരു വിയോജിപ്പില്ല. ഓക്കെ, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റാഫിയും, 3rd വിറ്റീനിയും, 4th ലമീൻ യമാലും, 5th മുഹമ്മദ് സാലയും വരികയാണെങ്കിൽ കുഴപ്പമില്ല. മുഹമ്മദ് സാലയ്ക്കും കഴിഞ്ഞ സീസണിൽ നല്ലൊരു സീസണായിരുന്നു, അദ്ദേഹം 4th ആണ്, മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ റാഫീനൊക്കെ ആ ഒരു 5th കിട്ടിയ ഭയങ്കരമായിട്ട് സങ്കടമായി എനിക്ക് പേഴ്സണലി. പിന്നെ 6ാം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമിയാണ്, അദ്ദേഹം പ്യുവർലി ഡിസേർവിംഗ് ആണ്. 7ാം സ്ഥാനത്ത് കെയ്ലിൻ എംബാപ്പയാണ്. എംബാപ്പയ്ക്ക് കുറേ ഗോളുകളുണ്ട്, പക്ഷേ കാര്യമായിട്ട് ട്രോഫിയൊന്നുമില്ല. യുവേഫ സൂപ്പർ കപ്പും മറ്റേ ഇന്റർകോണ്ടിനൽ കപ്പും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ സീസണിലുള്ള ഒരു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് 8ാം സ്ഥാനത്ത് കോൾ പാമറാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലെ പെർഫോമൻസ് വെച്ച് മാത്രം അദ്ദേഹത്തെ ടോപ്പ് 10ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. 14 ഗോളും 10 അസിസ്റ്റും 24 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷേ ബാക്കി ലെവൻഡോസ്കി ഒക്കെ അവിടെ എന്താ പറയുക, മിഡ്ഫീൽഡറാണ്, സ്ട്രൈക്കറാണ്, ആ ഒരു വ്യത്യാസമില്ല. ലെവൻഡോസ്കി ഒക്കെ അവിടെ 17ാം സ്ഥാനത്താണ്. പിന്നെ അതുപോലെ തന്നെ ഫാബിയാൻ റൂയിസ് 24ാം സ്ഥാനത്താണ്. PSG ഇത്ര വൺ ഓഫ് ദ ബെസ്റ്റ് ടീമായിട്ടുള്ള PSGയിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് റോൾ വഹിച്ച ഫാബിയാൻ റൂയിസ് അങ്ങ് 24ാം സ്ഥാനത്തും കോൾ പാമർ 8ാം സ്ഥാനത്തും. അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കി, അത് പേഴ്സണലി ഭയങ്കര സങ്കടം ഉണ്ടാക്കി. പിന്നെ പെഡ്രി, ഓഫ് കോഴ്സ് അത് അദ്ദേഹം ടോപ്പ് 10ൽ വരേണ്ട ഒരാളായിരുന്നു പെഡ്രി. ഞാൻ ഈ ഒരു സീസണിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്, പക്ഷേ കഴിഞ്ഞ സീസണിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് തന്നെയാണ് പെഡ്രി പുറത്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗോളും അസിസ്റ്റും മാത്രമല്ലല്ലോ നോക്കുന്നത്, അത് ഒറ്റക്കൊന്നുമല്ലല്ലോ ഫുട്ബോൾ. ഓക്കെ, പെഡ്രിയും ടോപ്പ് 10ൽ വരേണ്ട ഒരാളാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ 9ാം സ്ഥാനത്ത് ജിയാൻലൂഗി ഡൊണാറുമ, ഒന്നും പറയാനില്ല, ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ള അവാർഡ് നേടിയ ആളാണ്, ഒന്നും പറയാനില്ല. 9 കിട്ടിയത് അദ്ദേഹത്തിന് അതിലും 8 or 7 അങ്ങനെ ഏതെങ്കിലും കിട്ടണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. 9 കിട്ടിയാലും ഓക്കെയാണ്, അദ്ദേഹം പ്യൂർലി ഡിസേർവിംഗ് ആണ്. പിന്നെ നമ്പർ 10 ഉള്ളത് ന്യൂനോ മെൻഡസ് ആണ്. ഓക്കെ, ന്യൂനോ മെൻഡസും പ്യൂർലി ഡിസേർവിംഗ് ആണ്. കഴിഞ്ഞ സീസണിൽ ആകെ ന്യൂനോ മെൻഡസ് മാനം മര്യാദയ്ക്ക് മുട്ടുമടക്കിയത് നമുക്കറിയാം, ചെൽസിക്കെതിരെയാണ്, കോൾ പാമറിന് മുമ്പിലാണ്. ബാക്കി ലമീൻ യമാൽ ആയിക്കോട്ടെ, പിന്നെ അതുപോലെ ലയണൽ മെസ്സി ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് പേരെ. ലയണൽ മെസ്സി ഒന്നും അങ്ങനെ വീട്ടിനൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ബട്ട് സ്റ്റിൽ എന്നാലും അത്യാവശ്യം നല്ലൊരു അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസൺ PSG-യിൽ, പോർച്ചുഗലിലും. ഓക്കെ, അങ്ങനെ ന്യൂനോ മെൻഡസ് ആണ് നമ്പർ 10. അങ്ങനെ ടോപ്പ് 10 ലിസ്റ്റ് ഇതാണ്. പിന്നെ പലരും ലെവൻഡോസ്കി 17, വിനീഷ്യസ് ജൂനിയർ 16 ആയത്. വിനി ജൂനിയർ എങ്ങനെ ഇങ്ങോട്ടേ ആയി എന്നൊക്കെ പലരും പറയുന്നുണ്ട്, പക്ഷേ വിനി ജൂനിയറിന് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 16 ഡിസേർവിംഗ് ആവുള്ളൊരു പെർഫോമൻസ് ഒക്കെ വിനി ജൂനിയർ പുറത്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ലെവൻഡോസ്കി പിന്നെ പ്രോപ്പർ സ്ട്രൈക്കർ, അദ്ദേഹം 42 ഗോളും 3 അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ്. ഗോൾ സ്കോറിംഗ് മാത്രമല്ലല്ലോ ഫുട്ബോൾ. ഓക്കെ, ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ ഗോൾ സ്കോറിംഗ് മാത്രമല്ലല്ലോ. ഓക്കെ, സംഭവം ശരിയാണ്. ലാലിഗ ഉണ്ട്, കോപ്പ ഡെൽ റേ ഉണ്ട്, സൂപ്പർ കോപ്പ ഡി എസ്പാനിയ ഉണ്ട്, ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ ഉണ്ട്, അതൊക്കെ ലെവൻഡോസ്കിക്ക് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അത് മാത്രമല്ല, ഗോൾ സ്കോറിംഗ് മാത്രമല്ലല്ലോ ഓക്കെ ഫുട്ബോൾ എന്ന് പറയുന്നത്. ആസ് എ പ്ലെയർ ചിലപ്പോൾ മേ ബി അങ്ങനെ തോന്നി. വിനി ജൂനിയറിൻ്റെ ലെവൻഡോസ്കിൻ്റെയും എനിക്ക് വലിയൊരിതൊന്നും തോന്നിയില്ല. പിന്നെ ക്വരറ്റ്സ്കേലിയൊക്കെ 12ാം സ്ഥാനത്താണ്, അതൊക്കെ പിന്നെ ഓക്കെയാണ്. പിന്നെ എനിക്ക് സങ്കടം ഉണ്ടാക്കിയ ഫാബിയാൻ റൂയിസിനെ 24ാം സ്ഥാനത്ത് കൊണ്ടുപോയിട്ടേ, അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. അദ്ദേഹം ഒരു ടോപ്പ് 15 അറ്റ്ലീസ്റ്റ് വരേണ്ട ഒരു പ്ലെയർ ആയിരുന്നു അത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ബെസ്റ്റ് ബാലൻഡിയോർ പരിപാടികളൊക്കെ ഉള്ളത്. പിന്നെ NG ട്രോഫി അത് ലമീൻ യമാൽ തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ഗോൾ കീപ്പറിനുള്ളത് ജിയാൻലൂഗി ഡൊണാറുമ തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് കോച്ച് ലൂയിസ് എൻറിക്കെ തന്നെ വിൻ ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ബാലൻഡിയോർ ഒരു സങ്കടം ഉണ്ടാക്കിയൊരു കാര്യം, റാഫീനിയെ 5th കൊണ്ടുപോയിട്ടു. അത് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായി എനിക്ക് പേഴ്സണലി. അദ്ദേഹം ടോപ്പ് 3ൽ ടോപ്പ് 2ൽ വരേണ്ട ആളാണ്. ടു ബി ഫ്രാങ്ക് പറയാലോ, ടോപ്പ് 2ൽ വരേണ്ട ഒരാളാണ്. എന്തിനിട്ടു എന്നറിയില്ല, വോട്ടേഴ്സ് എന്തോ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അദ്ദേഹത്തെ അവിടെ. എന്തായാലും അങ്ങനെയൊക്കെയാണ്, ഇത്രയൊക്കെയാണ് ബാലൻഡിയോറിൻ്റെ കാര്യങ്ങൾ. സോ ബാക്കി ഇനി
ഇനി നെക്സ്റ്റ് ബാലൻഡിയോർ ആരായിരിക്കും വിൻ ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. സോ ഈ ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അതിൽ ഇനി ആരാണോ? ഓസ്മാൻ ഡെമ്പലേക്ക് തന്നെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കഴിഞ്ഞ ഒരു സീസൺ വൈസ് ആണല്ലോ ഇപ്പോൾ ബാലൻഡിയോറും ഫിഫ മെൻസ് ബെസ്റ്റ് പ്ലെയർ അവാർഡും. സോ ഡെമ്പലേക്ക് തന്നെ ആയിരിക്കും, അറിയില്ല. ഇനി ആ സമയത്ത് വല്ല വോട്ട് മാറോ ഇല്ലെന്നൊന്നും അറിയില്ല. സോ താങ്ക് യു സോ മച്ച്.